അന്ന് ഈ നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മർദ്ദനമേറ്റ ഒരാൾ ഇന്ന് പി ചിത്തരഞ്ജനെ തോൽപ്പിച്ച് നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ട്, MLA ആണ്. ഈ പുതുയുഗം പിറവി എന്നുള്ളതാണ് VDS പറഞ്ഞ കാര്യം. ഇവിടെ പുതിയ പോലീസ് കൂടി ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ പ്രസ്തുത കേസിൽ ദൃശ്യങ്ങളില്ല എന്ന് പിണറായി വിജയന്റെ പോലീസിന് പറയേണ്ടി വന്നത് കോടതിയിൽ? കോടതി പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടും 1.5 വർഷക്കാലം എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് പുതിയ സർക്കാർ വരുമ്പോൾ മൊഴികൾ മാറുന്നത്? ശ്രീമതി ആര്യ, കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും കൂടുതൽ നരനായാട്ടിന് വിധേയമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. ഇപ്പോൾ ഇവിടെ ഒരു MLA പോലീസിൻ്റെ ഭീകരതയ്ക്കിരയായി എത്തിയെന്ന് പറയുമ്പോൾ, ഇന്ന് ഈ കഴിഞ്ഞ 10 വർഷക്കാലം പോലീസിനെ നയിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും വലിയ ഇര. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം MLA ആയിരുന്നു, പ്രിവിലേജുള്ള ഒരാളായിരുന്നു, സ്പെഷ്യൽ പ്രിവിലേജുള്ള ആൾ. ആ MLA ആയിരുന്ന ആളിനെയാണ് പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി മാറി മാറി പ്രത്യേക ടീമിനെ ഏർപ്പെടുത്തി അദ്ദേഹത്തെ കയ്യും കാലും തല്ലി ഓടിച്ചത്. അദ്ദേഹം ചോര പുരണ്ട വസ്ത്രവുമായിട്ടാണ് അസംബ്ലിയിൽ ചെന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട്, ഒരു സ്റ്റേറ്റിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ AD തോമസിൻ്റെ മഹാത്മ്യം വിശദീകരിക്കുന്നത്. നേരത്തെ ഇവിടെ അലക്സാണ്ടർ ജേക്കബ് സാർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം അത് വിശദമായിട്ട് പ്രതിപാദിച്ചു. അതിൽ ചില കാര്യങ്ങളോട് നമുക്കും വിയോജിപ്പുണ്ട്. പക്ഷേ Z+ കാറ്റഗറിയുള്ള ഒരു പോലീസ് സംരക്ഷണമുള്ള ആളാണ് മുഖ്യമന്ത്രി, ആണല്ലോ. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ സൂചിപ്പിച്ച കാര്യത്തിൽ നമ്മൾ സമരസപ്പെടേണ്ടി വരുന്ന എവിടെയാണ്? മുഖ്യമന്ത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ജനങ്ങളുടെ പ്രതിഷേധം വന്നാൽ മനസ്സിലാവും അതൊരു കൂട്ടായ്മയാണ്, അതിൽ പ്രതിഷേധമുണ്ട്, അതിനെന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് പോലീസ് ഫോഴ്സ് തീരുമാനിക്കണം. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പോലീസിൻ്റെ മുമ്പിൽ, വാഹനത്തിൻ്റെ മുമ്പിൽ ചാടി വീണാലോ? Z+ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 63 പോലീസ് സേനയുടെ 63 പ്രത്യേക ആളുകളുടെ സംരക്ഷണയും എല്ലാവിധ ആയുധങ്ങളുമായി നിൽക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കടന്നു ചെല്ലാൻ പറ്റുമോ? അവർ Z+ കാറ്റഗറി ഇപ്പോഴും ഉള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യ രാജ്യത്തൊരു മുഖ്യമന്ത്രിക്ക് ഏത് സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടമല്ല അത്. അതിനനുസരിച്ച് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു എന്നവരുടെ നേരെയാണ് പോലീസ് ഒരു സമീപനം സ്വീകരിച്ചത്. ഇതാണ് ഒരു കാര്യം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിനെ കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, പച്ചമാങ്ങ പോഷ്ടിച്ച പോലീസ് എന്നൊക്കെ പറയുമ്പോൾ, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ പോലീസ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ ജിഷ വധക്കേസ് ഉണ്ടായത്? നമ്മൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതല്ലേ? നമ്മുടെ ഡൽഹിയിലെ അഭയ കേസ് പോലെ ചർച്ച ചെയ്തതല്ലേ ജിഷ വധക്കേസ്? ആ കേസിലെ കക്ഷികളെ പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പച്ചമാങ്ങ ഉപയോഗിച്ചത്. അല്ലാതെ ഞാൻ പറയുന്നത് വെറുതെ അല്ല. മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരൻ മോഷണ കേസിൽ പ്രതിയായി സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ്. എന്റെ സമയം ആ നിലവാരത്തിലേക്ക് പോലീസ് പോയി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലായിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലായിരുന്നു. എന്റെ സമയമാണെന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. ആര്യ അത് വേണേ തിരുത്താം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പച്ചമാങ്ങ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് ആ മാങ്ങ കടിപ്പിക്കുകയാണ്. കടിപ്പിച്ചിട്ട് അതിലെ പല്ലിൻ്റെ അടയാളം എടുത്ത് പ്രതിയെ പിടിക്കാമെന്ന് കേരളത്തിലെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് സേനയെ അത്ര അധപ്പതനത്തിൽ കൊണ്ടെത്തിച്ച ഒരു ഭരണകൂടത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചത്. ഈ 10 വർഷത്തെ കേരളത്തിലെ പോലീസിംഗിൽ ശരിയാണ്, പോലീസിൽ ക്രിമിനലുകളുണ്ട്, പോലീസിൽ അഴിമതിക്കാരുണ്ട്, പോലീസിൽ ഒരുപാട് കുഴപ്പക്കാരുണ്ട്. ഞങ്ങൾ ആർക്കും അക്കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പോലീസ് സേനയെ കൊണ്ടാണ് കേരളത്തിൽ ഒരു കേസിലെ ഒരു പ്രതിയെ പിടിക്കാനില്ല. എല്ലാ കേസും കേരളത്തിൽ പിടിക്കുകയും കൃത്യമായി കോടതിയുടെ മുറിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം പോലീസിനുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ആത്മവീര്യത്തെ കെടുത്തുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് ഒരു VIP-യുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസിന് അതിൻ്റെതായ ജോലിയുണ്ട് എന്നുള്ളതാണ് സ്ഥാപിക്കാൻ നടന്നൊരു കാര്യം. ഞാൻ വേറൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഈ പാലിയത്ത് ക്യാവിൽ ഏതെങ്കിലും VIP അവിടെ ചെന്നിരുന്നോ? ആ VIPകൾക്കെതിരായിട്ട് അവിടുത്തെ 8 പട്ടികജാതി കുടുംബങ്ങൾ ഏതെങ്കിലും ആക്രമണം അഴിച്ചു വിട്ടോ? കഴിഞ്ഞ 2-3 വർഷക്കാലമായി 14 പ്രാവശ്യം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് പാലിയത്ത് ക്യാവിൽ. അവിടെ ഒന്നും പോലീസ് അവരെ മർദ്ദിക്കാഞ്ഞെന്താ? അവരെ ഇറക്കി വിടാൻ വേണ്ടി മർദ്ദനോപകരണമായിട്ട് പോലീസ് മാറാഞ്ഞതെന്താ? നേരത്തെ ഒരു ഗവൺമെൻറ് നിലപാടാണ് പോലീസ് ദുർബലരെ അനാവശ്യമായി മർദ്ദിക്കാൻ പാടില്ല. ഇപ്പോഴോ
ഗവൺമെന്റ് മാറി വിത്തിൻ 24 hours അവിടെ ചെന്ന പോലീസ് ശക്തമായിട്ട് അവരെ മർദ്ദിച്ചു, സ്ത്രീകളെ മർദ്ദിച്ചു, വലിച്ചഴച്ചു, ചവിട്ടിത്തള്ളി. വനിതാ പോലീസുകാർ മാത്രമല്ല സ്ത്രീകളെ മർദ്ദിച്ചത്, പുരുഷ പോലീസുകാരും മർദ്ദിച്ചു. എന്താ കാര്യം? ഒരു സ്റ്റാൻഡ് മാറി, ഒരു നിലപാട് മാറി. അപ്പോൾ പോലീസ് മർദ്ദനോപകരണമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനോപകരണമായി പോലീസ് മാറാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡായിരുന്നു. അത് VIP-കളുടെ സുരക്ഷ നോക്കുന്നത് പോലീസിന്റെ പ്രത്യേക ഉദ്ദേശമാണ്. അത് ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ പ്രശ്നമല്ല അതിനകത്ത് സംഭവിച്ചത്. അതുകൊണ്ട് പോലീസ് ആരെങ്കിലും മർദ്ദിച്ചാൽ, അകാരണമായി മർദ്ദിച്ചാൽ, നിങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പ് നോക്കൂ. ശ്രീമതി ആര്യ കേട്ടിട്ടില്ലേ അത്? കൂത്തുപറമ്പ് വെടിവെപ്പ് ഞങ്ങളൊക്കെ യുവജന സംഘടനാ പ്രവർത്തകരായി തുടങ്ങിയ കാലത്ത് വളരെ ഭീകരമായി, ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജന്റെ നേതൃത്വത്തിൽ ആ സമരം നടന്നത്. അവിടെ ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് കൺക്ലൂഡ് അല്ല, ഒരു മിനിറ്റ് മതി എനിക്ക്. ഈ സമയം വരെ നമ്മൾ സംസാരിച്ച ഈ വിഷയത്തിലേക്ക് താങ്കൾ വന്നില്ല. താങ്കൾ Z+ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പണ്ട് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സമാനമായ സുരക്ഷ പിന്നീട് കേന്ദ്ര സർക്കാർ കൊടുത്തു. എന്തുകൊണ്ട്? വഴിയിലുടനീളം SFIയുടെ പ്രതിഷേധമായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായിരുന്നു. അപ്പൊ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ പ്രതിഷേധം ജനാധിപത്യമാണ്. അതിപ്പോൾ ഇടതുപക്ഷത്തിനെ ഞാൻ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, അത് താങ്കൾക്ക് കൂടി അറിയുന്ന കാര്യമാണ്. ഇവിടെ പ്രശ്നം ഇത് ഗൺമാൻ ആണ്. ഗൺമാന്റെ ജോലി എന്താണ്? അത് ആ വ്യക്തിക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത്, മുഖ്യമന്ത്രിക്കാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത്. മുഖ്യമന്ത്രി ആ ബസ്സിൽ കടന്നുപോയി, പിറകിൽ കാറിൽ വന്ന വ്യക്തിയാണിത്. അവിടെയാണ് കാറിൽ നിന്ന് ഇറങ്ങി, അവിടെ ആയുധമില്ലാത്ത നിരായുധനാണ് എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇന്നറിയാം. ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു. അത് കഴിഞ്ഞു, ശരി, അത് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അന്വേഷണത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കോടതി ഇടപെട്ടിട്ട് പോലും മുന്നോട്ട് പോയില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. പിന്നെയും പിന്നെയും രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അല്ല, ഇതിനെയൊന്നും നമ്മളാരും രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോയില്ല. മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനമായിട്ട് വിശദീകരിച്ച കോണ്ടക്സ്റ്റ് എന്താ? വാഹനത്തിന് മുമ്പിൽ ചാടി വീണ ആളുകളെ തള്ളി മാറ്റി വാഹനം ഇടിച്ചു മരിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ ചർച്ച വേറൊന്നാകുമായിരുന്നു. മുഖ്യമന്ത്രിയുടെയോ നവകേരള സദസ്സിൻ്റെയോ മന്ത്രിമാരുടെയോ ഒരു വാഹനം തട്ടി, അതാണ് അലക്സാണ്ടർ ജേക്കബ് സാർ ചൂണ്ടിക്കാണിച്ചത്. വാഹനം തട്ടി മരിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ചിത്രം വേറൊന്നാകുമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അതിനെ ആ ഒരു കോണ്ടസ്റ്റിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം ആര്യ ഇടപെട്ട് തിരുത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ, ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിപ്പോൾ 2 പേർക്ക്, ഒരാൾക്ക് തലയ്ക്ക് അടി കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് 2 പേർക്ക് മർദ്ദനമേറ്റു എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മർദ്ദനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ സംസാരിച്ചില്ല. പക്ഷേ 5 പേർ പിടഞ്ഞു വീണ് വെടികൊണ്ട് മരിക്കുകയാണ്. അവിടെ VIP എത്തിയില്ല, കരിങ്കൊടിയായിട്ട് നിൽക്കുകയാണ് ചെറുപ്പക്കാർ. അവർക്ക് പ്രതിഷേധത്തെ മുദ്രാവാക്യം വിളി മാത്രമാണ്. റോഡ് ഒഴിച്ചിട്ടിരിക്കുക, പോലീസ് വന്നിട്ട് റോഡ് ഒഴിച്ചിട്ടിരിക്കുക. 2 സൈഡിൽ ബാരിക്കേഡുകളുടെ സൈഡിൽ ചെറുപ്പക്കാർ നിൽക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ മുമ്പിൽ കൂടി VIP വരാനുണ്ട്. അദ്ദേഹം റെസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ വെടിവെപ്പ് നടന്നു. 5 പേർ മരിക്കുക മാത്രമല്ല, ഒരാൾ ഈ അടുത്ത സമയം വരെ മരണത്തിന് തുല്യമായി പുഷ്പൻ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ശരീരഭാഗ പൊട്ടി എല്ലാ തരത്തിലും ദുരന്തം അനുഭവിച്ചുകൊണ്ട്. ആ പോലീസായിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ്. മനുഷ്യരുടെ ജനനേന്ദ്രിയം പിടിച്ചുടയ്ക്കുന്ന പോലീസായിരുന്നു ഇവിടെ. ഗീനാകുമാരിയെ ആര്യയ്ക്ക് അറിയും. ആര്യയേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു, അഡ്വക്കേറ്റാണ്, വലിയ ആക്ടിവിസ്റ്റാണ്. തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. തല പൊട്ടി ഒഴുകുന്നത് കണ്ടുകൊണ്ട് നിന്നവരാ ഞങ്ങൾ. പോലീസിന്റെ ഭീകരമായ മർദ്ദനം, വനിതാ പോലീസ് അല്ല മർദ്ദിച്ചത്, ഇതെല്ലാം താണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പോലീസ് മർദ്ദനം ഏറ്റവരാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ കാലത്ത് പോലീസ് മർദ്ദനം ഉണ്ടായാൽ അത് ബാലൻസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അതിനെ ന്യായീകരിക്കുന്നില്ല. പോലീസിന്റെ മർദ്ദനത്തെ ഒരു കാരണവശാലും